ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി രാജ്യത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന ദേശീയ സ്റ്റാർട്ടപ്പ് ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ സ്റ്റാർട്ടപ്പുകൾ നിർണായക പങ്ക് വഹിക്കുന്നതായും ശ്രീ മോദി പറഞ്ഞു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിക്ക് ഒരു പതിറ്റാണ്ട് തികയുമ്പോൾ രാജ്യത്തെ സ്റ്റാർട്ടപ്പ് സമൂഹത്തിന് അദ്ദേഹം ആശംസകൾ അർപ്പിച്ചു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ പദ്ധതി സുപ്രധാന പങ്ക് വഹിക്കുന്നതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും വലുതും വൈവിധ്യപൂർണവുമായ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥകളിൽ ഒന്നായി ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ മാറിയിരിക്കുകയാണ്. ബഹിരാകാശം, പ്രതിരോധം തുടങ്ങിയ പുതിയ മേഖലകളിൽ സ്റ്റാർട്ടപ്പുകൾക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സർക്കാരിന് സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. സ്റ്റാർട്ടപ്പ് സംരംഭകരുമായും അദ്ദേഹം സംവദിച്ചു. ഹൗറ ഗുവാഹത്തി വന്ദേ ഭാരത് സ്ലീപ്പർ ഉൾപ്പെടെ നിരവധി പുതിയ ട്രെയിൻ സർവീസുകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. പശ്ചിമ ബംഗാളിലെ ജൽപായ്ഗുഡിയിൽ നിന്നും തമിഴ്നാട്ടിലെ നാഗർകോവിലേക്കും തിരുച്ചിറപ്പള്ളിയിലേക്കുമുള്ള അമൃത് ഭാരത് എക്സ്പ്രസുകൾ, ആലിപ്പൂർ ദ്വാറിൽ നിന്നും ബംഗളൂരുവിലേക്കും മുംബൈയിലേക്കുമുള്ള അമൃത് ഭാരത് എക്സ്പ്രസ് എന്നിവ പുതിയ സർവീസുകളിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ ജനങ്ങൾ ആഘോഷങ്ങളേറെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 3ാമത് അന്താരാഷ്ട്ര പട്ടം പറത്തൽ മേളയുടെ ഉദ്ഘാടനം ന്യൂഡൽഹിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്സവങ്ങൾ സമൂഹത്തെ ഒരുമിച്ച് നിർത്തുന്നതായും അദ്ദേഹം ചടങ്ങിൽ പറഞ്ഞു. ലക്ഷദ്വീപ്, പുതുച്ചേരി, ഗോവ, രാജസ്ഥാൻ, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ SIRന്റെ സമയപരിധി നീട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാർക്ക് അവകാശങ്ങളും എതിർപ്പുകളും ഈ മാസം 19 വരെ സമർപ്പിക്കാവുന്നതാണ്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം 3ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുന്നു. 544 പോയിന്റുകളുമായി കണ്ണൂർ ജില്ല മേളയിൽ ആധിപത്യം തുടരുകയാണ്. 532 പോയിന്റുമായി കോഴിക്കോടും തൃശൂരും 2ാം സ്ഥാനത്താണ്. 526 പോയിന്റുമായി പാലക്കാടാണ് 3ാം സ്ഥാനത്ത്. തപസ്യ കലാസാഹിത്യവേദിയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട് സംഘടിപ്പിക്കുന്ന രാജ്യാന്തര സംഗീതോത്സവം നാളെ കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 20 വരെയാണ് സംഗീതോത്സവം. ശബരിമലയിലെ പഴയ കൊടിമരം 2017 മാറ്റി സ്ഥാപിച്ചപ്പോൾ കൊടിമരത്തിലെ വാജിവാഹനം ചട്ടവിരുദ്ധമായാണ് തന്ത്രിക്ക് നൽകിയതെന്ന് ദേവസ്വം രേഖകൾ. ദേവസ്വം കമ്മീഷണറുടെ 2012 ഉത്തരവിന് വിരുദ്ധമായാണ് നടപടി. ഭൗതിക വസ്തുക്കൾ ദേവസ്വം സ്വത്തായി സൂക്ഷിക്കണമെന്നതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കുമ്പോഴാണ് വാജിവാഹനം തന്ത്രിക്ക് നൽകിയത്. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് സന്നിധാനത്തെ മകരസംക്രമം ദിനം മുതൽ കളമെഴുത്ത് ആരംഭിച്ചു. മാളികപ്പുറത്തെ മണിമണ്ഡപത്തിലാണ് 5 ദിവസം കളമെഴുത്ത് നടക്കുന്നത്. അയ്യപ്പന്റെ ഓരോ ഭാവങ്ങളാണ് ഓരോ ദിവസവും കളമെഴുതുന്നത്. റാന്നി കുന്നയ്ക്കാട്ട് കുറുപ്പന്മാരുടെ കുടുംബമാണ് പരമ്പരാഗതമായി ഈ ചടങ്ങ് നിർവഹിക്കുന്നത്. പുരാതന വാമുടി ശീലുകളോടെയുള്ള നായാട്ടുവിളി ചടങ്ങും മകരവിളക്ക് ദിനം മുതൽ ആരംഭിച്ചു. ശബരിമല ദർശനത്തിനായുള്ള സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകൾ ഈ മാസം 19 വരെ പ്രവർത്തിക്കും. പമ്പ, നിലയ്ക്കൽ, എരുമേലി എന്നിവിടങ്ങളിലാണ് സ്പോട്ട് ബുക്കിംഗ് സൗകര്യമുള്ളത്. വെർച്വൽ ക്യൂ ബുക്കിംഗും 19 വരെ ഉണ്ടാകും. മറ്റന്നാൾ വരെയാണ് തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പ ദർശനം. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിച്ച് ഈ മാസം 20-നാണ് നടയടയ്ക്കുക. തിരുനാവായയിൽ ആരംഭിക്കാനിരിക്കുന്ന കേരള കുംഭമേള എന്ന് വിശേഷിപ്പിക്കുന്ന മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി ഭാരതപ്പുഴയിൽ വിശേഷാൽ പൂജകൾക്ക് ഇന്ന് തുടക്കം. 19-ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കുംഭമേള ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 19 മുതൽ ഫെബ്രുവരി 3 വരെയാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. BJPയുടെ പുതിയ ദേശീയ അധ്യക്ഷനെ ഈ മാസം 20-ന് തെരഞ്ഞെടുക്കും. നാമനിർദ്ദേശ പത്രികകൾ ഈ മാസം 19 വരെയാണ് സമർപ്പിക്കേണ്ടതെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചു. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യ ഹർജിയിന്മേൽ അടച്ചിട്ട കോടതിയിൽ വാദം കേട്ട ശേഷം വിധി പറയാനായി നാളത്തേക്ക് മാറ്റി. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജിയിൽ വാദം കേട്ടത്. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലെ വിമുക്ത ഭട ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 20-ന് കൊച്ചി നാവികാസ്ഥാനത്തെ ട്രാവൻകൂർ ഗേറ്റിൽ വിമുക്ത ഭടന്മാർക്കായി പ്രത്യേക തൊഴിൽ മേള സംഘടിപ്പിക്കും. വിമുക്ത ഭടന്മാർക്കായി പ്രത്യേകം തയ്യാറാക്കിയ AI അധിഷ്ഠിത തൊഴിൽ പ്ലാറ്റ്ഫോമായ www.esmhire.com എന്ന വെബ്സൈറ്റിൽ തൊഴിലുടമകൾക്കും വിമുക്ത ഭടന്മാർക്കും ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. dgrindia.government.in എന്ന വെബ്സൈറ്റിലെ ജോബ് ഫെയർ ബട്ടണിലും രജിസ്ട്രേഷൻ ലിങ്ക് ലഭ്യമാണ്. കുട്ടികൾ അവതരിപ്പിക്കുന്ന അതിനൂതന ആശയങ്ങളുമായി കുടുംബശ്രീയുടെ ലിയോറ ഇന്നൊവേഷൻ കോൺക്ലേവ് ഈ മാസം 17-18 തീയതികളിൽ എറണാകുളം കളമശ്ശേരി സ്റ്റാർട്ടപ്പ് മിഷൻ ക്യാമ്പസിൽ നടക്കും. മന്ത്രി MB രാജേഷ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.